എന്താണ് ഇക്കിഗായി? ഇക്കിഗായിയുടെ ഒരു പെർഫെക്റ്റ് ഉദാഹരണമാണ് സ്റ്റീവ് ജോബ്സ്. അദ്ദേഹം പുതിയ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻ കണ്ടുപിടിക്കുന്നതിൽ വളരെ പാഷനേറ്റ് ആയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ആക്കി. ബിസിനസ് ചെയ്ത് കോടികൾ ഉണ്ടാക്കി. അദ്ദേഹം ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളത് ഏറ്റവും പുതിയ ഡിസൈനുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇക്കിഗായി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഒരു ബിസിനസ്സുകാരനാവാനും അദ്ദേഹത്തിന് സാധിച്ചു. എന്താണ് ഈ ഇക്കിഗായി? നമ്മുടെ ഇക്കിഗായി എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. നമുക്ക് ഇക്കിഗായി എന്നാൽ എ റീസൺ ഫോർ ബീയിങ് എന്നാണ്. ജീവിക്കുന്നതിന് ഒരു കാരണം. ജപ്പാനിലെ ഒരു ഗ്രാമമായ ഒക്കിനോവയിൽ നിന്നാണ് ഇത് വന്നത്. ലാൻഡ് ഓഫ് ഇമ്മോർട്ടൽ എന്നാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത്. കാരണം അവിടെ ജീവിക്കുന്നവരിൽ ശരാശരി ആയുസ് 100-ന് മുകളിലാണ്. ഇക്കിഗായി കൊണ്ടാണ് അവർ അങ്ങനെ ആയത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രായം ചെന്നവർ താമസിക്കുന്ന ജപ്പാനിലെ ഒരു ചെറിയ ഐലൻഡാണിത്. അങ്ങനെ പ്രായം കൂടിയാലും ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നതിലെ കാരണമൊന്നാണ് മൂവ്മെൻറ്റ്സ്, അതായത് ചലനങ്ങൾ. ഈ ദ്വീപിലുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റികളിൽ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ചെടികളും പച്ചക്കറികളും വെള്ളമൊഴിച്ച് നട്ടു വളർത്തുക, കന്നുകാലികളെ നോക്കി വളർത്തുക, അങ്ങനെ അവർക്ക് വേണ്ട പരമാവധി കാര്യങ്ങൾ സ്വയം നേടിയെടുക്കുന്നതിനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന വിഭാഗക്കാരാണ് ഇവർ. അതായത് ചുമ്മാതെ എവിടെയും ഇരിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളേ അല്ല ഇവർ. എത്രത്തോളം നിങ്ങൾ ചലിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിത ദൈർഘ്യം കൂടും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെയാണ് ഇക്കിഗായി. രാവിലെ ഉറക്കം തെളിഞ്ഞു കഴിഞ്ഞാൽ ഊർജ്ജത്തോടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാനായി ഉണ്ടാവുകയും അതിനുവേണ്ടി ചാടി എഴുന്നേൽക്കുകയും ചെയ്യണം എന്നതാണ് ഈ ഇക്കിഗായി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങളുടെ ഇക്കിഗായി എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരാൾ അയാളുടെ ജീവിത മൂല്യം അറിഞ്ഞു പ്രവർത്തിച്ചാൽ അവർ കൂടുതൽ ഹെൽത്തിയും സന്തോഷവാന്മാരും ആയിരിക്കും എന്നതാണ്. ആ ജീവിതത്തിൻ്റെ പർപ്പസ് കണ്ടുപിടിക്കുക എന്നതാണ് ഇക്കിഗായി. ഇത് കണ്ടുപിടിക്കാൻ വെറും 4 ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. ഇത് ഇങ്ങനെ പറഞ്ഞു തീർക്കാൻ വളരെ എളുപ്പമാണെങ്കിലും പ്രവർത്തിച്ചെടുക്കാൻ ഒന്ന് മനഃപൂർവ്വം ശ്രദ്ധിക്കണം. ഈ 4 ചോദ്യങ്ങളുടെയും ഒരു സംഗമ സ്ഥാനമാണ് ഇക്കിഗായി. ഈ 4 ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി നിങ്ങൾ തന്നെ നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതി വെക്കുക എന്നതാണ് ആദ്യത്തെ കടമ്പ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് യു ലവ് ടു ഡു? നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്? ചിലർക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, ചിലർക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്, ചിലർക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണ്, മറ്റു ചിലർക്ക് വരയ്ക്കാനോ ഡിസൈൻ ചെയ്യാനോ ഇഷ്ടമാണ്. അതായത് അത് ചെയ്യുമ്പോൾ മടുക്കാതെ നേരം പോകുന്നതറിയാതെ ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും. അങ്ങനെ ചിലർ ഒന്നിലധികം കാര്യങ്ങൾ വളരെ എക്സ്പേർട്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്: വാട്ട് ആർ യു ഗുഡ് അറ്റ്? നിങ്ങൾക്ക് അതിൽ ഏറ്റവും നന്നായി ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ആ കാര്യം ചെയ്യാൻ നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ടാലൻറ്റോടെ ജനിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ലെന്ന് ഓർക്കണം. അങ്ങനെ നല്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ നല്ല പരിശീലനത്തോടെ നേടിയെടുക്കാവുന്നതുമാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ട്രെയിനർ ആകണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് സ്റ്റേജ് ഫ്രൈറ്റാണ്. ആവശ്യത്തിന് വാക്കുകൾ വരാതിരിക്കുകയാണ്. സ്റ്റേജിൽ എത്തുമ്പോൾ വിറയൽ അനുഭവപ്പെടുക എന്നതൊക്കെ ആയിരിക്കാം. ഇതെല്ലാം ഒരു കാലത്ത് എനിക്കും നല്ലതുപോലെ ഉണ്ടായിരുന്നതാണ് താനും. പക്ഷേ പരിശീലനത്തോടെ ഇതെല്ലാം ആർക്കും മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ചിലർക്ക് ഇതൊന്നും തന്നെ പ്രത്യേകിച്ച് നേടിയെടുക്കേണ്ട ആവശ്യമേ ഇല്ല. അവർ ആ കാര്യമൊക്കെ നേരത്തെ തന്നെ പല പല സന്ദർഭങ്ങളിലായി നേടിയെടുത്തവരായിരിക്കും. ഇനി നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്തപ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിച്ചിട്ടുള്ളതെന്ന്, അഭിനന്ദിച്ചിട്ടുള്ളതെന്ന്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് മേഖലയിലാണ് നിങ്ങൾ മികച്ചു നിൽക്കുന്നതെന്ന്. ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരം ഒന്നാണെങ്കിൽ, അതായത് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന കാര്യവും ഒന്നാണെങ്കിൽ, അതിൻ്റെ പേരാണ് പാഷൻ. മിക്കവർക്കും അറിയാത്ത ഒരു കാര്യമാണ് പാഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നത്. വിജയികളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. എല്ലാവരും ഇഷ്ടമുള്ള നന്നായി ചെയ്യാൻ അറിയാവുന്ന കാര്യം ചെയ്തിട്ടാണ് വിജയിച്ചതെന്ന്. ഒരു നല്ല പാട്ടുകാരനെ പാട്ട് പാടുക എന്നത് പാഷനാണ്. ഒരു ഡാൻസുകാരനെ ഡാൻസ് ചെയ്യുന്നത് പാഷനാണ്. ഒരു ക്രിക്കറ്റ് കളിക്കാരനെ ക്രിക്കറ്റ് കളിക്കുന്നതാണ് പാഷൻ. അതുപോലെ തന്നെ മറ്റു ചിലർക്ക് വരയ്ക്കുന്നതോ ഡിസൈൻ ചെയ്യുന്നതോ ആയിരിക്കും അവരുടെ പാഷൻ. നമുക്ക് പാഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡോപ്പാമൈൻ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടുപിടിച്ച് അത് മാറ്റുക എന്നതാണ്.
ബ്രെയിൻ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഡോപ്പാമൈൻ. ഇതിനെ ഹാപ്പി ഹോർമോൺ എന്നും അറിയപ്പെടുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അത് ചെയ്തു പൂർത്തിയായി കഴിയുമ്പോൾ ഒരു ഗുഡ് ഫീൽ കിട്ടില്ലേ, അത് ബ്രെയിൻ നമ്മുടെ ബ്ലഡിലോട്ട് ഈ ഡോപ്പാമൈൻ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും സന്തോഷമുള്ള കാര്യവും സങ്കടമുള്ള കാര്യവും എന്താണെന്ന് വെച്ചാൽ ഈ ഡോപ്പാമൈൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കും എന്നതാണ്. പണ്ട് കാലത്ത് ഈ ഹോർമോൺ ലഭിക്കുന്നത് നല്ല പോലെ പ്രയത്നിച്ചിട്ടായിരുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ നല്ല മാർക്ക് ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു മാച്ച് കളിച്ച് ജയിക്കുമ്പോൾ, നല്ല ഒരു ജോലി ലഭിക്കുമ്പോൾ, ഒരു വീട് വയ്ക്കുമ്പോൾ, അങ്ങനെ പലതും നല്ലതുപോലെ അധ്വാനിച്ചിട്ടായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ കാലം മാറിയതോടെ അതിനും മാറ്റങ്ങൾ വന്നു. വെറുതെ ഒരു സ്ഥലത്തിരുന്ന് ഗെയിം കളിക്കുമ്പോൾ, നല്ലതോ ചീത്തയോ ആയ വീഡിയോകൾ കാണുമ്പോൾ എല്ലാം നമുക്ക് ഉയർന്ന അളവിൽ ഡോപ്പാമൈൻ ലഭിക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ ലഭിക്കുന്നവ കൺസംഷനിലൂടെയാണ്. എന്നാൽ ആദ്യം പറഞ്ഞവയിൽ നിന്ന് ലഭിക്കുന്ന ഡോപ്പാമൈൻ ആകട്ടെ ക്രിയേഷനിലൂടെ ലഭിക്കുന്നവയുമാണ്. പണ്ട് നമുക്ക് നല്ല പ്രയത്നമെടുത്താൽ മാത്രം ലഭിച്ചിരുന്ന ഡോപ്പാമൈൻ ഇന്ന് നമുക്ക് വളരെ കുറച്ച് മാത്രം പ്രയത്നിച്ച് അല്ലെങ്കിൽ ഒട്ടും പ്രയത്നിക്കാതെ ലഭിക്കുന്നു. നമുക്കൊരു പാഷൻ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡോപ്പാമൈൻ അധികവും കിട്ടുന്നത് ഈ ക്രിയേഷനിൽ നിന്ന് വരണം. അത് കൺസംഷനിൽ നിന്നാണെങ്കിൽ അതിൻ്റെ പേരാണ് അഡിക്ഷൻ. TV അഡിക്ഷൻ, ഫോൺ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ മുതലായവ. ഒരു പാഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ അഡിക്ഷൻ കുറയ്ക്കുക എന്നതാണ്. പ്രയത്നമില്ലാതെ ലഭിക്കുന്ന എല്ലാവിധ ഡോപ്പാമൈൻ സോഴ്സസും കുറയ്ക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് ഈ ക്രിയേഷനിലൂടെ ഡോപ്പാമൈൻ ലഭിക്കുന്നത് എവിടെ നിന്ന് എന്ന് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം, നിങ്ങൾ ഗൂഗിളിൽ പോയി വിക്കിപീഡിയയിൽ ലിസ്റ്റ് ഓഫ് ഹോബീസ് എന്ന് നോക്കിയാൽ ഒരുപാട് തരത്തിലുള്ള ഹോബീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നവ എല്ലാം ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. സമയമെടുത്ത് അതിലെല്ലാം ചെയ്തു നോക്കാൻ ശ്രമിക്കുക. എല്ലാം ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ എന്തായാലും പറ്റില്ല. എന്നാലും ചെയ്തു നോക്കുന്നതിൽ വിമുഖത വരുത്തരുത്. അതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെട്ടത്, ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന കാര്യം, അതാണ് നിങ്ങളുടെ പാഷൻ. അത് ഒരു കാര്യം മാത്രമാകണമെന്നില്ല, പല പല ഹോബീസ് ആകാം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ക്യാൻ ബി പെയ്ഡ് ഫോർ? ആ പാഷൻ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കി തരുന്നുണ്ടോ അല്ലെങ്കിൽ തരുമോ എന്ന് നോക്കുക. അതായത് പണം കിട്ടുമോ എന്ന്. പലരും പറയും സന്തോഷം കിട്ടണമെങ്കിൽ പണം ആവശ്യമില്ല എന്നൊക്കെ. എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ് ബൈക്ക്, കാറ്, വീട്, പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുക എന്നതൊക്കെ. ഇതിനൊക്കെ ആവശ്യമായ പണമില്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കേണ്ടി വരും. പിന്നെയുള്ള കാലം മുഴുവൻ ലോൺ അടയ്ക്കാനായി സമ്പാദിക്കുന്ന പണം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും? നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് നന്നായി വരുമാനം ഉണ്ടാക്കി തരുന്നതുമാണ് നിങ്ങളുടെ പ്രൊഫഷൻ. ഇഷ്ടപ്പെടുന്ന ജോലി ഇഷ്ടപ്പെട്ട് ചെയ്താൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. കഴിഞ്ഞ 3 ചോദ്യങ്ങൾക്കും കൂടി പൊതുവായി നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പ്രൊഫഷൻ ഇക്കിഗൈയുടെ 4ാമത്തെ ചോദ്യവുമായി മാച്ച് ആകുന്നുണ്ടെന്ന് നോക്കണം. 4ാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ദി വേൾഡ് നീഡ്സ്? നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ മാത്രമാണോ അതോ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളതാണോ എന്ന് കൂടി നോക്കുക. നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാവരുടെയും ആവശ്യങ്ങൾ നേടിക്കൊടുക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. എന്നിരുന്നാലും ജനങ്ങളിൽ ഒരു വിഭാഗത്തിനെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ആവശ്യമുണ്ടോ എന്ന് നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് നല്ല ഒരു സപ്പോർട്ട് ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രൊഫഷൻ മറ്റുള്ളവർക്ക് ഒരു ഉപയോഗം കൂടിയാകുമ്പോൾ അതിൻ്റെ പേരാണ് വൊക്കേഷൻ. അതാണ് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ തൊഴിൽ. ഒരാൾ ആദ്യത്തെ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിൻ്റെ ഫലമായി ഒരു ടീച്ചറായെന്ന് വയ്ക്കുക. ഒരു ടീച്ചർ എന്നത് സമൂഹത്തിന് അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു വരുമാനവുമാകും. ഇനി 1ാമത്തെ കാര്യമായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യവും ജനങ്ങൾക്ക് വേണ്ട കാര്യവും മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ മിഷൻ, നിങ്ങളുടെ ജീവിത ദൗത്യം. ഇത് 4ഉം കൂടി കൂടുന്ന സംഗമ സ്ഥാനമാണ് നിങ്ങളുടെ ഇക്കിഗായ്. നമുക്ക് എങ്ങനെ നമ്മുടെ ഇക്കിഗായ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. അതിന് അല്പം മാത്രം ഹാർഡ് വർക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്ന എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് സമയമെടുത്താൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ആ പാഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്കിഗായ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതിന് നേരത്തെ പറഞ്ഞിട്ടുള്ള 4 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ എഴുതി വെച്ച് സ്വയം ഒന്ന് നോക്കുക. അങ്ങനെ നിങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്തിയാൽ സ്റ്റീവ് ജോബിനെ പോലെയല്ല, അതിലും മികച്ചവരായി വരാൻ നിങ്ങൾക്ക് സാധിക്കും. ആ യാത്രയിൽ ഒരുപാട് വീഴ്ചകൾ ഉണ്ടാകാം. ഓരോ വീഴ്ചയ്ക്കും കാരണം എന്തെന്ന് കണ്ടുപിടിച്ച് മുന്നേറാൻ ശ്രമിക്കുക.
തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്കിഗായ് കണ്ടുപിടിക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു രഹസ്യമാണ് അവരുടെ സോഷ്യൽ സർക്കിൾ. ഇവർക്ക് ഒരുപാട് ബന്ധങ്ങളും സുഹൃത്തുക്കളുമാണുള്ളത്. അവരുടെ കുട്ടിക്കാലം മുതൽ 100-110 വയസ്സ് എത്തുന്നത് വരെയുള്ള കൂട്ടുകാരുമായുള്ള ബന്ധം വളരെ സുദൃഢമായി നിലനിർത്തുന്നു എന്നതാണ്. ഇണക്കങ്ങളും പിണക്കങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് സുഹൃത്ത് ബന്ധം ഇവർ നല്ല രീതിയിൽ നിലനിർത്തുന്നു. അവരുടെ സൗഹൃദ വലയങ്ങൾ വളരെ വലുതാണ്, അത് വളരെ സ്ട്രോങ്ങുമാണ്. വൈകുന്നേരങ്ങളിൽ പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും അവർ ഒത്തുകൂടും, സൗഹാർദ്ദപരമായി സമയം ചെലവിടുകയും ചെയ്യുന്നു എന്നതും ഒരു രഹസ്യമാണ്. ഇക്കിഗായ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത്. വാങ്ങാത്തവർ ഉണ്ടെങ്കിൽ അത് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.